വെൽക്കം ടു PMSU ക്ലാസ്സസ്. സോ നമ്മളിന്ന് നോക്കുന്നത് സോർട്ടിങ് അൽഗോരിതത്തിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് അൽഗോരിതം ബട്ട് ആരും യൂസ് ചെയ്യാത്ത അൽഗോരിതം ഇൻ റിയൽ ലൈഫ് വിച്ച് ഈസ് നോൺ ആസ് ബബിൾ സോർട്ട്. ഓക്കെ, പഠിക്കൽ ഇറ്റ്സ് ഗുഡ്, ലൈക്ക് യു ഹാവ് ടു ലേൺ ഓൾ ദി ലൈക്ക് സോർട്ടിങ് അൽഗോരിതംസ്. സോ വി ഡൺ ദി സെലക്ഷൻ സോർട്ട് ഓർ ഇൻസർഷൻ സോർട്ട്. നെക്സ്റ്റ് നമുക്കിനി ബബിൾ സോർട്ടാണ് ചെയ്യാനുള്ളത്. സോ വൈ ദ നെയിം ബബിൾ സോർട്ട്? എന്താ ഈ ബബിൾ സോർട്ടിന് പേരെന്ന് മനസ്സിലായോ? ആക്ച്വലി ഈ ബബിൾ സോർട്ടിന് സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു സർഫസ് ഒന്ന് ബബിൾ വിടുന്നിരിക്കുക, അപ്പോൾ ഈ വലിയ വലിയ ബബിളൊക്കെ മുകളിൽ പോയി അടിഞ്ഞു നിൽക്കും. സോ അതാണ് ബബിൾ സോർട്ട്. അതായത് ലാർജസ്റ്റ് എലമെൻറ്റ്സിനെയൊക്കെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ അറ്റത്തേക്ക് ആക്കുക. അതാണ് ആക്ച്വലി ബബിളിങ്. ഓക്കെ, ദ ബബിൾ സോർട്ട് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ബിക്കോസ് എലമെൻറ്റ്സ് ടെൻഡ് ടു മൂവ് അപ്പ് ഇൻ ടു ദ കറക്റ്റ് ഓർഡർ like bubbles rising or the surface or the element of the list gradually bubble or rise to their proper location in the array like bubbles rising in a glass of soda. അത്രയേ ഉള്ളൂ. That's it. So data structure bubble sort algorithm നോക്കാം. Bubble sort is a simple sorting algorithm ആണ്. Simple means one of simple sorting algorithm ആണ്, like selection sort. ഇതിൽ ആക്ച്വലി സ്വാപ്പിംഗ് ആണ് നടക്കുന്നത്. കമ്പയർ ചെയ്ത് നമ്മളും തൊട്ട് അടുത്ത എലമെൻ്റ് വെച്ച് കമ്പയർ ചെയ്യും. ആരാണോ വലുത് വലിയ ആളെ അറ്റത്തേക്ക് കൊണ്ടുപോയിടും, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിടും. സൈഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയ ആളിടും. ദിസ് സോർട്ടിംഗ് അൽഗോരിതം ഇസ് കമ്പാരിസൺ ബേസ്ഡ് അൽഗോരിതം ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് അഡ്ജസൻറ്റ് എലമെൻറ്റ് ഈസ് കമ്പയർഡ് ആൻഡ് ദ എലമെൻറ്റ്സ് ആർ സ്വാപ്ഡ് ഇഫ് ദേ ആർ നോട്ട് ഇൻ ഓർഡർ. ഓർഡറിലല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യും. എങ്ങനെയാണ് ഒരു ബബിൾ സോർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്? ബബിൾ സോർട്ട് അൽഗോരിതം സൈക്കിൾ ത്രൂ എ ലിസ്റ്റ് അനലൈസിങ് പെയർസ് ഓഫ് എലമെൻറ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ബിഗിനിങ് ടു എൻഡ്. നമ്മളൊരു അറേ ലിസ്റ്റ് കൂടി ഇങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ലെഫ്റ്റ് മോസ്റ്റ് എലമെൻറ്റ് ഒരു പെയർ എടുക്കും, 1 and 2 ഒരു പെയർ എടുത്തു. അതിൽ ലെഫ്റ്റ് മോസ്റ്റ് എലമെൻറ്റ് റൈറ്റ് മോസ്റ്റ് എലമെൻറ്റിനെക്കാട്ടും ചെറുതാണെങ്കിൽ, വലുതാണെങ്കിൽ അവരെ സ്വാപ്പ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ചെറുതാണെങ്കിൽ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഇത് എന്താ പറയുക, നമ്മൾ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടേയിരിക്കും അണ്ടിൽ എ പാസിങ് വിച്ച് നോ സ്വിച്ച്. ഒരു സ്വിച്ച് ഒക്കെ അറിയാതെ വരെ, സ്വാപ്പിംഗ് നടക്കാത്തവരെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം പാസ് ഒരു n എലമെൻറ്റിൽ അരയിലാണ് മാക്സിമം പാസ് എന്ന് പറയുന്നത് n-1 പാസസ് ആണ്. സോ ഇതാണ് നമ്മുടെ ബബിൾ സോർട്ട് ആൽഗോരിതം. ആക്ച്വലി പ്രൊസീജിയർ ബബിൾ സോർട്ട് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ലിസ്റ്റ് ഓഫ് n എലമെൻറ്റ്സ്, ഒരു അരയോ ലിസ്റ്റോ വാട്ടെവർ യു ക്യാൻ കോൾ ഇറ്റ്. സോ ഇനീഷ്യലി ഇതിലും മുന്നത്തെ പോലെ 2 ലൂപ്പുണ്ട്. പുറത്തെ ലൂപ്പ്, ഔട്ടർ ലൂപ്പ്, i from 0 to n-2. എന്തുകൊണ്ടാണ് n-2 വരെ പോയത്? ബിക്കോസ് ഐ ഓൾറെഡി ടോൾഡ് വി ഹാവ് ടു ഡു n-1 പാസസ്. സോ വി സ്റ്റാർട്ടിങ് ഫ്രം 0. സോ നമ്മൾ പൊതുവെ n വരെ പോകണമെങ്കിൽ n-1 വരെ പോകുമെന്ന് പറയും, ലെസ് ദാൻ n. സോ ഇവിടെ കൊടുക്കാൻ ലെസ് ദാൻ ഈക്വൽ ടു ആണ്ട് 0 to n-2 വരെ പോവാം. ഇനി നമ്മൾ സ്വാപ്പ്ഡ് എന്ന് പറഞ്ഞൊരു ബൂളിയൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഈ സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് എന്താ ആവശ്യമില്ല, ഈ സെക്കൻഡ് ലൂപ്പിൽ മീൻസ് വീണ്ടും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ലൂപ്പിൽ കയറി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു സ്വാപ്പ്ഡ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് കൊടുത്ത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അൺസോർട്ടഡ് ആണെങ്കിൽ. സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ചെക്ക് ചെയ്യണ്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാം. അതിനുവേണ്ടി സ്വാപ്പ്ഡ് തന്നെ ഫ്ലാഗ് കൊടുത്തു. ദെൻ വി ഹാവ് ദ ഇന്നർ ലൂപ്പ്. ഇയാളാണ് മെയിൻ കാര്യം ചെയ്യുന്നത്. അത് ഫ്രം 0 to n-i-2 വരെ പോകും. വൈ n-i-2? നമുക്കറിയാം നമ്മുടെ അരയിൽ എത്ര ഐ ആണ് നമ്മൾ എന്നെ സൂചിപ്പിക്കുന്നത്, സോർട്ട് ചെയ്ത് ദ ലാർജസ്റ്റ് എലമെൻറ്റ്സ് കറക്റ്റ് പൊസിഷനിൽ വന്നെന്ന് സോർട്ട് ചെയ്യുന്നത് ഐ ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, n-i വരെ ഓൾറെഡി n-i വരെ n-iക്ക് ശേഷം ഓൾറെഡി സോർട്ടഡ് ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അരേൻ്റെ കേസ് 0 സ്റ്റാർട്ട് ചെയ്താണ് n-i-1 വരെ പോകണം. ദെൻ y-1 1-2 കൂടി വന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, നമ്മൾ a of jയും a of j+1 കമ്പയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ n-i-1 വരെ പോയി കഴിഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് ബൗണ്ടായി പോകും. f j > f j+1 നോക്കുമ്പോൾ അത് അരേൻ്റെ പുറത്ത് പോകും. സോ ഡിക്രിമെൻറ്റ് 1 more. ഓക്കെ, സോ j from 0 to n-i-2. എന്താ n-i-2 എന്ന് പറയാൻ മനസ്സിലായോ? അതായത് ഇവിടെ വരെ ഇത് കണ്ടില്ലേ, n-i ഇവിടെ വരെ ഓൾറെഡി സോർട്ടഡ് ആയിരിക്കും.
ഈ ലാർജസ്റ്റ് എലമെൻറ്റ്. പിന്നെ നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ തൊട്ട് ഇവിടം വരെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തൊട്ട് ഇവിടം വരെ നോക്കിയാൽ മതി. സോ ഫസ്റ്റ് പാസ് i=0 എന്തായിരിക്കും, i=0 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ i=0 ലൈക്ക് ലാസ്റ്റ് എലമെൻറ്റിലേക്ക് പോകണ്ട. സോ ടോട്ടൽ എലമെൻറ്റിൽ നിന്ന് ഈ എലമെൻറ്റും കട്ട് ചെയ്യും. പിന്നെ i-1 കാണും, n-i-2 ചെയ്യാൻ കാരണം j ഇവിടെ ഉണ്ടാകുക, ഓർ j ഇവിടെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതും കമ്പയർ ചെയ്യും. അപ്പോൾ ജെയും j+1 കമ്പയർ ചെയ്യും. n-i-1 വരെ പോയി കഴിഞ്ഞാൽ ഇവിടെ വരെ പോവും. അപ്പോൾ ഈ എലമെൻറ്റ് ഇവിടെ എലമെൻറ്റ് ഇല്ല. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ബൗണ്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ n-i-2 വരെ പോയത്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് പ്ലീസ് ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഇനി നമ്മൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് fg ആൻഡ് fj നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ ആണ്, അതായത് ലെഫ്റ്റ് എലമെൻറ്റ് ഇത് ഗ്രേറ്റർ ദാൻ റൈറ്റ് എലമെൻറ്റ് ആണ്, യു ഹാവ് ടു സ്വാപ്പ് ഇറ്റ്. ഓക്കെ, ദെൻ സ്വാപ്പ് ഇടുന്ന ഫ്ലാഗ് ട്രൂ ആക്കുക, ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുക. തീരെ സ്വാപ്പ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അറേ ഈസ് ഓൾറെഡി സോർട്ടഡ്, വി നോ ദാറ്റ്. ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുക, പ്രൊസീജിയർ നമ്മുടെ ഫംഗ്ഷൻ എൻഡ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഹേ 5, 12, 3, 9 and 16. പാസ് 1. ഇനീഷ്യലി പാസിൽ 5, 12. ഹിയർ ദ ലിസ്റ്റ് സ്റ്റേസ് ദ സെയിം ബിക്കോസ് 5 is less than 12. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോകുന്നു. 3 and 12 ആർ സ്വിച്ച്ഡ്. കാരണം എന്താ, 3 is less than 12. സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നു. നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. 9 and 12 ആർ സ്വിച്ച്ഡ് ബിക്കോസ് സിൻസ് 9 is less than 12. 12 and 16 സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ദേ ആർ ഓൾറെഡി സോർട്ടഡ്. ഇത്രയും പാർട്ട് എന്തായി, സോർട്ടഡ് ആയി, ലൈക്ക് ബബിൾഡ് അപ്പ് ആയി. ഇത്രയും നിങ്ങൾ ഓൾറെഡി ബബിൾഡ് ആയി. ഇനി ഈ ഭാഗം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി പാസ് 2 എന്താ നടക്കുന്നത്, 5 ഉം 3 നോക്കി, 3 is less ആണ്. സോ നമ്മൾ സ്വാപ്പ് ചെയ്തു. 5 ഉം 9 നോക്കി, 5 is less than 9 ആണ്. സോ അതിൻ്റെ ആവശ്യമില്ല, സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 9 ഉം 12 നോക്കി, യെസ് വി ഹാവ് ടു സ്വാപ്പ് ഇറ്റ്. No, we don't have to swap it because 12 is greater than 9. So they do not switch the places. So 12 and 16 നേരത്തെ ഉള്ള ഓർഡറിലാണ്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ പാസ് 2 കഴിഞ്ഞു. 1, 2, 3, 4, 5 എലമെൻറ്റ്സ് ഉണ്ട്. സോ മാക്സിമം 4 പാസസ് വരെ പോകാവുള്ളൂ. പാസ് 3ൽ 3, 5 നോക്കി, 3 is less than 5 ആണ്. സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 5, 9 നോക്കി, 5 is less than 9 ആണ്. സോ അതും സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 9, 12 നോക്കി, സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ പാസ് 3ൽ തന്നെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഓക്കെ, മാക്സിമം പാസ്സാണ് ഞാൻ n-1 പറഞ്ഞത്. സോ ഇഫ് യു അത്ര ഇല്ലെങ്കിൽ അത്രയും പോകേണ്ട ആവശ്യമില്ല. 1, 2, 3, 4, 5 മാക്സിമം 4 പാസ്സേ പോകണ്ടുള്ളൂ. അതായത് അത്രയും ഓർഡർ തെറ്റാണ്. ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വേറെ ആണെങ്കിൽ അത്രയും പോകും. ഇത് ഓൾറെഡി 9 ശേഷം 3 ശേഷം 9 വന്നതുകൊണ്ടാണ് നമുക്ക് ഒരു പാസ് കുറഞ്ഞു കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ എത്രത്തോളം സോർട്ടഡ് ആണോ അത്രയും പാസ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ റാബിറ്റ്സ് ആൻഡ് ടേർട്ടിൽസ് എന്താ പറയുക, അതായത് ഈ ബബിൾ സോർട്ടിൻ്റെ സ്കീം എന്താണെന്ന് വെച്ചാൽ, റാബിറ്റ്സ് അതായത് വലിയ എലമെൻറ്റ്സ് അവർ കറക്റ്റ് പൊസിഷനിൽ നേരത്തെ പോകും. നമ്മൾ ഇവിടെ തന്നെ കണ്ടില്ലേ, 16 പെട്ടെന്ന് തന്നെ അറ്റത്തേക്ക് വന്ന് നിന്നു, അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 12 അവർ വേഗം അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഹയർ വാല്യൂസ് എലമെൻറ്റ്സ് ഓർ എലമെൻറ്റ്സ് ദാറ്റ് ഒക്കർ അറ്റ് ദ എൻഡ് ഓഫ് ദ സീക്വൻസ് ടേക്ക് ഫ്യൂ പാസസ് ആൻഡ് സ്വിച്ചസ് ടു ഗെറ്റ് ദ റൈറ്റ് സ്പോട്ട്സ്. ഹയർ വാല്യൂസ് റൈറ്റ് സ്പോട്ടിലേക്ക് പെട്ടെന്നെത്തും. ഇതിനാണ് റാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലോവർ വാല്യൂ എലമെൻറ്റ്സ് എന്തായിരിക്കും, സ്ലോലിയാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ ടേർട്ടിൽസ് എന്ന് പറയുക. ഓക്കെ, സോ ഇത് നിങ്ങൾ എന്നെ സ്വന്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് പെൻ ആൻഡ് പേപ്പർ വെച്ച് ഓരോ പാസ് ചെയ്ത് നോക്കുക. ദെൻ ഇത് എത്ര പാസ് കിട്ടിയെന്നാണ് എനിക്ക് ഒന്ന് ലൈക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിടുക. ദെൻ മെമ്മറി എഫിഷ്യൻസി ആൻഡ് ഡാറ്റ സ്ട്രക്ചർ. ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ബബിൾ സോർട്ട് ഇറ്റ്സ് എ വെരി മെമ്മറി എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, സമ്മതിച്ച് മെമ്മറി എഫിഷ്യൻ്റ് കാരണം അത് ആകെ ഓർഡർ ഓഫ് 1 എടുക്കുന്നുള്ളൂ. കാരണം എക്സ്ട്രാ അരേ ഇല്ല, ഒക്കെ ഇൻ പ്ലേസ് അരേ തന്നെയാണ് സോർട്ട് ചെയ്യുന്നത്. സെയിം അരേ തന്നെയാണ്, പുതിയ മെമ്മറി അലൊക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ല, പുതിയ ഡാറ്റ സ്ട്രക്ചർ ഒരു ആവശ്യം നമുക്കില്ല. ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. ദ ബബിൾ സോർട്ട് റിക്വയർസ് വെരി ലിറ്റിൽ മെമ്മറി അതർ ദാൻ ദാറ്റ് ദ അരേ ഓർ ലിസ്റ്റ്. ദ ബബിൾ സോർട്ട് ഈസ് കോംപ്രസ്ഡ് ഓഫ് റിലേറ്റീവ്ലി ഫ്യൂ ലൈൻസ് ഓഫ് കോഡ്. പൊതുവെ കുറവാണ്. ബെസ്റ്റ് കേസ് റണ്ണിങ് ടൈം ഓർഡർ ഓഫ് n ആണ് എപ്പോൾ ഓൾറെഡി സോർട്ടഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് n² വരെ പോവാം. ഓക്കെ, വേസ്റ്റ് കേസിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓർഡർ ഓഫ് n log n മിനിമം കേസ് പോവാം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ശരിക്കും സത്യം പറയാൻ വെച്ചാൽ ഇത് റിയൽ ലൈഫിൽ ആരും യൂസ് ചെയ്യില്ല, അത്രയ്ക്ക് ഇന്നഫിഷ്യൻ്റാണ് ഇൻ ദ ടേം ഓഫ് ടൈം. ഓക്കെ, ഇൻ ദ ടേം ഓഫ് ടൈം ഇറ്റ്സ് ആക്ച്വലി ഇന്നഫിഷ്യൻ. സോ റിയൽ ലൈഫിൽ ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ മെയിൻ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ടൈം ആണ്, ഓർഡർ ഓഫ് n² ആണ്.
വലിയ ലാർജ് ഡാറ്റ സെറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദിവസങ്ങളെടുക്കും ഇതൊന്ന് സോർട്ട് ചെയ്ത് കിട്ടാൻ. ഓക്കെ, പിന്നെ ഈ നേരത്തെ പറഞ്ഞ ടെർട്ടിൽ റാബിറ്റ് സെറ്റപ്പ് ഉണ്ടല്ലോ. സോ ടെർട്ടിലിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതവരെ ലെഫ്റ്റിലേക്ക് അരിച്ചരിച്ചെടുക്കുമ്പോഴേക്ക് സമയം കുറേ എടുക്കും. സോ ദീസ് തിങ്സ് ആർ മേക്ക് ദിസ് ബബിൾ സോർട്ട് സിവിയർലി സ്ലോ. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് സോർട്ടിങ്ങൾക്ക് വരുന്നവർ കാണാം. ബൈ.